പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം മാറ്റമില്ലാത്ത കർത്താവിന്റെ വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെത്തി ഇവിടെയാക്കിയതിന് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനത്തിന്റെ പേഴ്സണാലിറ്റി നിങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഒരിക്കലും ഒറ്റപ്പെട്ടു എന്ന് പറയുന്നില്ല. ഇന്നത്തെ കാലത്ത് ആളുകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസം ആളുകളുടെ കൂടെ താമസം. ഒരു വീട്ടിൽ തന്നെയാണ്, അമ്മയുണ്ട്, അപ്പനുണ്ട്, സഹോദരങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഈ ആൾക്കൂട്ടത്തിൽ തന്നെ തനിയായിരിക്കുന്ന ഒരവസ്ഥ. ആളുകളുടെ കൂട്ടത്തിനകത്താണ്, പക്ഷെ തനിയായിരിക്കുക. അപ്പൊ ഈ ആൾക്കൂട്ടത്തിൽ തന്നെ തനിയെ ആക്കപ്പെടുന്ന അവസ്ഥ, അതായത് ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ജീവിതത്തിൽ ജയം പ്രാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആമേൻ ഒറ്റയ്ക്കിരിക്കുന്നതിനെ ശക്തിയായി തിരിച്ചറിയണം. അതായത് നമ്മുടെ ജീവിതത്തിൽ പലരുടെയും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ആൾക്കൂട്ടത്തിന്റെ നടുവിലാണ് എനിക്കൊരു എനർജി, തേജസ്, ശക്തി. അല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശക്തരാകുന്നത് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്. അതായത് ജ്ഞാനികൾക്ക്, അതായത് ഒരു ശക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശക്തി അവൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്. എന്നാൽ ബലഹീനന്, ജ്ഞാനമില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒറ്റപ്പെടിയിൽ അവന് വല്ലാത്ത വേദന ഉണ്ടാക്കും. നമ്മൾ ദൈവവചനത്തിൽ വായിച്ചു നോക്കിക്കുക, വചനത്തിൽ എവിടെയെല്ലാം കാണുന്നു, ആരെല്ലാം ദാവീദ് ഒറ്റയ്ക്ക്, ആ ഒറ്റയ്ക്കായിരുന്ന നാളുകളാണ് അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശക്തി അവൻ പ്രാപിച്ചത്. യോസഫ് ഒറ്റപ്പെട്ടു, സഹോദരങ്ങള് വിറ്റു, അവന് മിസ്രൈമിൽ അടിമയായി കഴിയുക. അവിടെ ആരോടും സംസാരിക്കാനൊന്നുമില്ല. മാത്രമല്ല, നമുക്ക് അവിടെ ഒരു കാര്യം മനസ്സിലാവും, യോസഫിന്റെ സഹോദരങ്ങൾ വന്നപ്പോൾ ഫറവോൻ അവിടെ വലിയ സന്തോഷം ഉണ്ടായിരുന്നു. എന്തെങ്കിലും കാരണവശാൽ ഈ ഫറവോനോട് യോസഫിനോട് സഹോദരങ്ങൾ പെരുമാറിയ പെരുമാറ്റത്തിന്റെ ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അവിടെ കൊണ്ടത് നിന്നേനെ. ആ ഫറവോൻ ഇവര് വന്നപ്പോ തന്നെ അവരെ ശിക്ഷിച്ചേനെ. പക്ഷെ അതൊന്നും ചെയ്തില്ല. അവിടെ അവരെ ചേർത്ത് പിടിക്കാൻ ചെയ്തു. കാരണം അവരുടെ ഒരു കുറ്റവും യോസഫ് പറഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്ന ഒരു കാര്യം എന്താ പറയുക? ഹല്ലേലൂയ. നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന ആത്മാവിന് ബോധ്യം, ഒറ്റപ്പെടലിന്റെ നടുവിൽ നമ്മൾ ഒറ്റയ്ക്കല്ലെന്നുള്ള ബോധ്യം. അതായത് നമ്മുടെ യോസഫിന്റെ ജീവിതത്തിൽ നോക്കുന്നവൾ അങ്ങനെ കാണും. യോസഫ് പോത്തിഫറിന്റെ വീട്ടിൽ അടിമയായിരുന്നപ്പോൾ അവിടെ ഒരു കാര്യം യോസഫ് ഷെയർ ചെയ്തില്ല. അവിടെ യോസഫിന്റെ ജീവിതത്തിലെ അനുഭവങ്ങളെ യോസഫിൻ്റെതായ നിലയിൽ ഉള്ളിൽ അതിനെല്ലാം കൊണ്ടു നടന്നു. ആരോട് പറഞ്ഞു? അതവന് യോസഫിന് വളരെ എനർജിയായിരുന്നു, ശക്തിയായിരുന്നു ആ ഒരു കാലഘട്ടം. പിന്നത്തെ നമുക്കറിയാം, കാരാഗ്രഹത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന അവസ്ഥ. കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴും യോസഫ് ശക്തനായിട്ട് മാറി. ഒറ്റപ്പെടലുകളുടെ നടുവിൽ അവൻ ബലം പ്രാപിക്കുകയായിരുന്നു. മോശ 40 ദിവസം സീനാമലയിൽ ഒറ്റയ്ക്ക് 2 പ്രാവശ്യം ദൈവത്തിന്റെ കൂടെ. അത് ദൈവത്തിന്റെ കൂടെയാണെന്നൊരു ആശ്വാസമെങ്കിലും ഉണ്ടല്ലോ. എന്നാൽ 40 വർഷം മിദ്യാനിൽ ആടുകളെ മേച്ചുകൊണ്ട് ഒറ്റയ്ക്ക്. യാക്കോബ് ഒറ്റയ്ക്ക് ലാബാന്റെ ആടുകളെ മേച്ചുകൊണ്ട്. അപ്പൊ ഈ ഒറ്റപ്പെടലുകളൊന്നും അത് വെറുതെ അല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ദർശനം ചോദ്യം ചെയ്യപ്പെടുന്നു. നിങ്ങളുടെ വിളി ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിൽ സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ നിങ്ങൾ തളർന്നു പോവുകയല്ല വേണ്ടത്, നിരാശപ്പെടുകയല്ല അവിടെ വേണ്ടത്. നിങ്ങളുടെ അകത്തൊരു ബോധ്യം കത്തണം, നിങ്ങളുടെ അകത്തൊരു ധൈര്യം ഉണ്ടാവണം. എന്നെ വിളിച്ച ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി വലുതാണ്, എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ വലുതാണ്. ആ ബോധ്യം നമ്മുടെ അകത്തുണ്ട്, ആ ഒരു ധൈര്യം നമ്മുടെ അകത്തുണ്ടാകും. ആ ബോധ്യത്തിൽ വേണം ചുവടുകൾ വെക്കാനായിട്ട്. അത് നിങ്ങളുടെ ജീവിതത്തെ ബ്യൂട്ടിഫുൾ ആക്കി തീർക്കും, അനുഗ്രഹമാക്കി തീർക്കും. ആമേൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കിന്ന് ലോകത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ആളുകൾ ഒറ്റപ്പെടലിന്റെ വേദനയെ കൊടുക്കും. അല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശരിയായ നിലയിൽ നിങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്കാർക്കും ഒറ്റപ്പെടാൻ സാധ്യമല്ല. കാരണം ലോകത്തിന്റെ അവസാനത്തോളം നമ്മോട് കൂടിരിക്കാമെന്ന് വാക്ക് പറഞ്ഞൊരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ലോകത്തിന്റെ അവസാനത്തോളം നമ്മൾ കൂടിരിക്കാമെന്ന് വാക്ക് പറഞ്ഞൊരു ദൈവം നമുക്ക് വേണ്ടി, ആ ഒരു ദൈവം നമുക്ക് വേണ്ടി, അങ്ങനെ ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഉള്ളതുകൊണ്ട് ഒരു നാളും
നാം ലജ്ജിക്കപ്പെട്ടു പോകത്തില്ല, നശിച്ചു പോകത്തില്ല, തകർന്നു പോകത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് തന്നെ നമ്മളെ കർത്താവ് നടത്തും. അത് കർത്താവിന്റെ പ്ലാനാണ്. അത് കർത്താവിന് നമ്മളെ കുറിച്ചുള്ള പ്ലാനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ വചനത്തിൽ വായിക്കുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞൊരു കാര്യം, ഞാൻ പിതാവിനോട് ചോദിക്കും, പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി അയക്കുമെന്നാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നത്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ കർത്താവിന്റെ വചനം, നമ്മൾ എത്രത്തോളം ഈ ദൈവവചനത്തെ നമ്മൾ യഥാർത്ഥമായി തിരിച്ചറിയുന്നു, അതോടുകൂടി നമ്മുടെ ജീവിതത്തിന്റെ പിക്ചർ മാറുക. നമുക്ക് ഒറ്റപ്പെടാൻ സാധ്യമല്ല പ്രിയപ്പെട്ട. നമ്മൾ ഒറ്റയ്ക്കല്ല. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യത്തെ മനസ്സിലാക്കണം. അതായത് പലരും ചിന്തിക്കുന്നത് ഞാൻ ഒറ്റപ്പെട്ടു പോയി. അല്ല, നിങ്ങൾ ഒറ്റപ്പെട്ടതല്ല. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിൽ സെപ്പറേറ്റ് ആയതാ. യു ആർ സെപ്പറേറ്റഡ് ഇൻ ദ ലോർഡ്. നിങ്ങൾ കർത്താവിൽ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നത്. അത് ചിന്തിച്ചു നോക്കിക്കേ. ഏലിയാവ് കെരീത്ത് തോട്ടിൽ ഒറ്റയ്ക്കിരിക്കുക. ഒറ്റയ്ക്കല്ല. കാരണം അവിടെ കർത്താവ് വാക്ക് പറഞ്ഞിട്ടാ പോയിരിക്കുന്നത്. അപ്പൊ ആ വചനം ഉള്ളിടത്തോളം ഒറ്റയ്ക്കല്ല. ഏലിയാവ് ഒറ്റയ്ക്കല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് അല്ലെന്നേ പ്രിയപ്പെട്ടവർ, ഒറ്റയ്ക്കല്ല. എന്താ കാര്യം എന്നറിയാം. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈസ് എ പേഴ്സൺ. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവൻ. അപ്പൊ അവൻ എന്ന പേഴ്സൺ, ഹീ പേഴ്സണലൈസ് ചെയ്ത് പറയും അവൻ. അപ്പൊ അവിടെ അവൻ എന്ന് പറയുമ്പോൾ എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അവൻ, നമ്മളെ കൈവിടാത്ത അവൻ, നമ്മളെ വിട്ടുകൊടുക്കാത്ത അവൻ. അപ്പോ കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. അതൊരു വചനമാണ്. ദിസ് എ പ്രോമിസ്. ആ വചനം ദൈവമാണ്. ഹീസ് എ പേഴ്സൺ. അവൻ നിങ്ങളുടെ ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന വചനം നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വാസാലും ഇല്ലെങ്കിൽ അതുണ്ട്. അപ്പൊ എങ്ങനെ നിങ്ങൾ ഒറ്റപ്പെടുന്നു? ഹീസ് വിത്ത് യു. നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് നടക്കുക. പ്രിയപ്പെട്ട, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ഈ ലോകത്തിൽ എവിടെല്ലാം അന്വേഷണം നടന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ അകത്ത് നിങ്ങൾ കണ്ടെത്തുന്ന യഥാർത്ഥ ദൈവത്തെ മറ്റെങ്ങും നിങ്ങൾ കണ്ടെത്താൻ സാധ്യമല്ല. ദൈവം വസിക്കുന്ന നിങ്ങളുടെ ഉള്ളിലാണ്. നമ്മള് ഈ ലോകത്തിൽ അറിഞ്ഞോ അറിയാതെയോ മറ്റു പല കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ ഇമ്പോർട്ടൻസിനകത്ത് കിടക്കുക. നമ്മൾ ചില കാര്യങ്ങളെ ചിലർ പറയുന്നത് കേട്ടുകൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചത്, ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചത്, അതൊന്നും മാറത്തില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുമെന്ന് ആര് പറഞ്ഞു? ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണം എഴുതി വെച്ചത് വർഷങ്ങളോളം അല്ലെ, ആയിരക്കണക്കിന് വർഷം അതിനപ്പുറത്ത് ചിന്തിക്കാൻ കഴിയാതിരുന്നല്ലേ ആ ഒരു കാലഘട്ടത്തിൽ യേശുക്രിസ്തു മാറ്റിയത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഇന്ന് ഇതുവരെയും എഴുതിയതും കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങളെ ആത്മാവിന് തിരുത്താൻ പറ്റത്തില്ല. പറ്റും, തിരുത്തപ്പെടും. അതായത് പ്രിയപ്പെട്ട, ഞാൻ പറയട്ടെ, നമ്മള് ദൈവവചനത്തെ റിയൽ ആയിട്ട് തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിലാണ് ദൈവം വസിക്കുന്നത്, വേറെ എങ്ങുമല്ല. നമ്മുടെ ഇമോഷൻസിനെ മുതലെടുക്കുന്നത് ഹല്ലേലൂയ ആമേൻ, അതാണ് ശരിക്കും പറഞ്ഞ മതം. പക്ഷേ ട്രൂത്ത് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ട്രൂത്ത് ഈസ് യു ആർ വൺ വിത്ത് ഗോഡ്. നിങ്ങൾ ദൈവത്തോട് ഒന്നായി ചേർന്നിരിക്കുക. നിങ്ങളുടെ അകത്ത് ആ ബോധ്യം ഉണ്ടാകുമ്പോൾ ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ആർക്കും നിങ്ങളെ തകർത്ത് കളയാൻ സാധ്യമല്ല. നമ്മൾ ഇന്ന് പ്രവർത്തികളാൽ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു, ആരെയൊക്കെ പ്രസാദിപ്പിച്ചു, ആരുടെയൊക്കെ അടുക്കൽ പോയി, എവിടെയൊക്കെയോ പോയി ദൈവത്തെ കണ്ടെത്താൻ നോക്കുക. അല്ല പ്രിയപ്പെട്ടവരെ, ദൈവം വസിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്. യു ആർ വൺ വിത്ത് ഹിം. നിങ്ങളുടെ രോഗത്തിന്റെ സൗഖ്യം നിങ്ങളുടെ ഉള്ളിലായിരിക്കുന്നത്. നിങ്ങളുടെ വിടുതൽ, നിങ്ങളുടെ അനുഗ്രഹം, നിങ്ങളുടെ ഉയർച്ച, നിങ്ങളുടെ ബ്രേക്ക് ത്രൂ, ദാറ്റ് ഈസ് ഇൻ യു, നോട്ട് ഇൻ സം അതർ പ്ലേസ്, നോട്ട് ഇൻ സംബഡീസ് ഹാൻഡ്. ദാറ്റ് ഈസ് ഇൻ യു. എപ്പോഴാണ് നിങ്ങൾ അത് റിയലൈസ് ചെയ്യുന്നത്? ആ ട്രൂത്ത് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത്, അതോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിന് അവസരം മാറും.
അപ്പൊ ഇവിടെ ഈ ഒരു ട്രൂത്ത്, അതായത് ഈ വചനത്തെ വ്യക്തിയായിട്ട് കാണണം. വചനത്തെ വ്യക്തിയായിട്ട് കാണണം. ദൈവമാണ് വചനം, ദൈവമാണ്. അങ്ങനെ തന്നെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹി ഈസ് വിത്ത് യു, യു ആർ നോട്ട് അലോൺ. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവർ, ചിലപ്പോ നമ്മളൊക്കെ ചില കാര്യങ്ങളെ, ഞാൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. നിങ്ങൾ ജീവിച്ചേ പറ്റൂ. നിങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ സെൽഫിഷ് ആയിട്ട് ചിന്തിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്നല്ല, നിങ്ങൾക്ക് വ്യക്തിപരമായി ദൈവം ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്. അത് നിർവഹിക്കാനായിട്ട് നിങ്ങൾ ജീവിക്കണം. നിങ്ങളെ ജീവിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാളും ജീവിക്കാതിരിക്കാൻ എൻകറേജ് ചെയ്യുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ചുറ്റിനും കാണും. പക്ഷെ നിങ്ങൾ അവിടെ അതിനൊരു വെല്ലുവിളിയായിട്ട് കാണണം. എനിക്ക് ജീവിക്കണം, എന്റെ മേലൊരു വിളിയുണ്ട്, എനിക്ക് ജീവിക്കണം. കാരണം എന്റെ മേലൊരു വിളി കിടപ്പുണ്ട്. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്, എന്നെ ഭൂമിയിലാക്കിയിരിക്കുന്ന ഒരു നിയോഗത്തോടു കൂടിയാണ്. ഞാൻ അതിനുവേണ്ടി ജീവിച്ചേ പറ്റൂ. അതിനുള്ള പവർ, അതിനുള്ള അനോയിന്റിങ്, അതിനുള്ള ഗ്ലോറി ഈസ് ഇൻ യു. അത് നിങ്ങളുടെ അകത്ത് കിടപ്പുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ അഭിഷേകമുണ്ട്, നിങ്ങൾ മറക്കരുത്. ആമേൻ. അപ്പൊ പ്രിയപ്പെട്ട, ഇവിടെ വചനത്തില് ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളെ അനാഥരെ വിടത്തില്ല. അതാ പറയും, ഞാൻ നിങ്ങളെ അനാഥരെ വിടത്തില്ല. ഈ യോഹന്നാന്റെ സുവിശേഷം 14 പറയുന്നത്, ഞാൻ നിങ്ങളെ അനാഥരെ വിടത്തില്ല. ആമേൻ. ഞാൻ നിങ്ങളെ ഒരു കാരണവശാലും അനാഥരായിട്ട് വിടത്തില്ല. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ അവിടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്തുള്ള നമ്മുടെ ഏറ്റവും വലിയൊരു ധൈര്യമാണ് പ്രിയപ്പെട്ടവരെ. അവൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാക്ക്, അനാഥരെ വിടത്തില്ല. ഹി ഈസ് വിത്ത് യു. ഹിസ് പ്രസൻസ് ഈസ് വിത്ത് യു. ഹിസ് അനോയിന്റിങ് ഈസ് വിത്ത് യു. ഇവിടെ ഈ വചനത്തിൽ പറയുന്നത്, ഹല്ലേലൂയ, എന്നേക്കും ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മ എന്നൊരു കാര്യം. അപ്പൊ നമ്മൾ ആ എന്നേക്കും ഇരിക്കുന്ന പരിശുദ്ധാത്മ എന്ന കാര്യത്തിനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറും. അപ്പോഴവിടെ ഇവിടെ നമുക്ക് ഈ വചനത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഹല്ലേലൂയ, കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് വചനത്തിന് ഹല്ലേലൂയ ജീവിപ്പിക്കാനുള്ള കഴിവുണ്ട്, ജീവൻ തരുവാനുള്ള കഴിവുണ്ട്. നമുക്ക് 38 വർഷം കുളക്കര കിടന്നിരുന്നു. കുളത്തിന്റെ കരയിൽ കിടക്കുക. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, 38 വർഷം. ചെറിയ നാളുകളൊന്നുമല്ല. അവന്റെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സമയം 38 വർഷം കുളക്കരയിൽ കിടക്കുക. ആ കുളക്കരയിൽ കിടക്കുന്ന അവന്റെ അടുക്കൽ കർത്താവ് വന്നിട്ട് അവനോട് പറഞ്ഞ കാര്യമാണ്, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? അവൻ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ടോ ഇല്ലയോ എന്നുള്ള അവൻ പറഞ്ഞില്ല. അവൻ പറഞ്ഞൊരു കാര്യം, എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്കൊരു അവസരം കിട്ടുന്നില്ല. അവിടെ യേശു പറഞ്ഞൊരു കാര്യമാണ്, കിടക്കെടുത്ത് നടക്കുക. ജസ്റ്റ് ദാറ്റ് വേർഡ്, ആ ഒരൊറ്റ വാക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കേ. ആ ഒരൊറ്റ വാക്ക്, കിടക്കെടുത്ത് നടക്ക എന്ന് പറഞ്ഞ, അവൻ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള ശക്തിയും ആ വചനത്തിൽ തന്നെ നിങ്ങൾക്ക് പകർന്നു തരും. അതാണ് ദാറ്റ് വേർഡ്. ഇപ്പോ നമ്മളൊരാളോട് പറയുക, ഒരു കാര്യം ചെയ്തേ എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ, അതിനുള്ള ബലമൊന്നും കൊടുക്കുന്നില്ല. എന്റെ പിതാവ് എന്നോട് പറയുക, പോയി കടയിൽ പോയി ഇന്ന സാധനം വാങ്ങിച്ചോണ്ട് വന്നു. എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പണമില്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പോകാനുള്ള സാഹചര്യമില്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല. എനിക്ക് വാഹനം വേണം, അല്ലെങ്കിൽ പോകാനുള്ള മാർഗങ്ങൾ വേണം. ഇല്ല, സാധ്യമല്ല. പക്ഷേ പോവുക എന്ന് പറയുന്ന വാക്കിനോട് ചേർന്ന് പ്രൊവിഷനും നൽകപ്പെടുന്നതാണ് ദൈവവചനത്തിന്റെ പ്രത്യേകത. അതായത് കർത്താവ് പറഞ്ഞു, കിടക്ക എടുക്കാൻ പറഞ്ഞു, അവനെ എടുത്തു. ആണാ എടുക്കുക എന്ന് പറഞ്ഞ വാക്കിനകത്ത് എടുക്കുവാനുള്ള ശക്തി പകരുന്ന ആ ഒന്നാണ് ആ വചനം. ദൈവവചനത്തിന്റെ ഒരു പ്രത്യേകത, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുവാൻ എന്തിനാണ് ഉണ്ടാക്കേണ്ടത്, അതിനെ ഉണ്ടാക്കുവാനുള്ള പവറും ആ വേർഡിനകത്തുണ്ട്. യെസ്, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ദൈവവചനത്തെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. ഇവിടെ നമ്മള് ഈ ദൈവവചനത്തിൽ കാണുമ്പോൾ
മരിച്ച യായിറോസിന്റെ കുഞ്ഞിന്റെ അടുക്കൽ വന്നിട്ട് തലിദാ കൂമി എന്ന് കർത്താവ് പറഞ്ഞ കൈ പിടിച്ചപ്പോ വാട്ട് ഹാപ്പൻ ഓവർ ദേർ? എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോ എഴുന്നേൽക്കാനുള്ള ശക്തിയും കൂടെ ശരീരത്തിലേക്ക് കർത്താവ് പകർന്നു. ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. ഇവിടെ ഞാൻ പറയട്ടെ, കർത്താവ് അനാഥരെ വിടത്തില്ല എന്ന് പറഞ്ഞതാണോ? നിങ്ങളെ അനാഥരാക്കാതിരിക്കാനുള്ള പവർ ആ വേർഡിനുണ്ട്. നീ ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് പറഞ്ഞതാണോ? നിന്നെ ഉയർത്താനുള്ള പവർ ആ വേർഡിനകത്തുണ്ട്. നിന്നെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞതാണോ? ആ വർദ്ധിപ്പിക്കാനുള്ള ആ ഒരു പവർ ആ വേർഡിനകത്തുണ്ട്. നീ വായ്പ വാങ്ങത്തില്ല, അനേക ജാതികൾക്ക് വായ്പ കൊടുക്കുമെന്ന് പറഞ്ഞതാണോ? പറഞ്ഞതാണെങ്കിൽ അത് നിവർത്തിക്കാനുള്ള പവറും ആ വേർഡിന്റെ അകത്തുണ്ട്. പ്രൈസ് ഗോഡ്. നയനിലെ വിധവയായ സ്ത്രീയുടെ മകനെ തൊട്ടിച്ച് കർത്താവ് പറഞ്ഞു, ബാല്യക്കാരെ എഴുന്നേൽക്കാം. അവൻ ചാടി എഴുന്നേറ്റു. ഹൗ ഹാപ്പൻ? ആ പറഞ്ഞ വാക്കില്ലേ, ദാറ്റ് വേർഡ് ഈസ് പവർഫുൾ ടു ഗീവ് സ്ട്രെങ്ത് ടു ഡു വാട്ട് ഇറ്റ് മീൻസ്. ആ വചനം എന്തു പറയുന്നു? ആ വചനത്തിൽ എന്താണോ ആശയമുള്ളത് അതിനെ നിവർത്തിക്കാനുള്ള പവർ ആ വേർഡിന്റെ അകത്തുണ്ട്. ദാറ്റ് യു നീഡ് ടു നോ ദാറ്റ്. അത് നിങ്ങൾ നിശ്ചയമായി അറിയണം. യു നീഡ് ടു നോ ദാറ്റ്. അത് നിങ്ങൾ അറിയണം. പ്രൈസ് ഗോഡ്. ഇവിടെ നമ്മുടെ ഈ വചനത്തിൽ കാണുന്നത്, ഹല്ലേലൂയ, മരിച്ച് 4 ദിവസം കല്ലറയ്ക്കകത്തിരുന്ന ലാസറിന്റെ അടുക്കൽ യേശു വന്നിട്ട് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ പുറത്തു വന്നു. അതായത് ആ പുറത്തു വരാനായിട്ട് ലാസറിന് എന്തെല്ലാം വേണമായിരുന്നു അതെല്ലാം ആ വചനത്തിനകത്തുണ്ടായിരുന്നേ. ആ വചനത്തിനകത്തുണ്ട്. നമ്മൾ ഈ വചനത്തെ നമ്മൾ അതിന്റെ സ്ട്രെങ്തോടെ, അതിന്റെ റിയൽ മീനിങ്ങോട് കൊടുക്കണ്ടേ, ലൈഫ് മാറും. കർത്താവ് ഈ 5 അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി പിതാവിനെ വാഴ്ത്തി നുറുക്കി കൊടുത്തപ്പോ ഇരിക്കുക എന്ന് പറഞ്ഞ ആ വാക്കിനകത്ത് ഇരിക്കാനും തൃപ്തിയാകാനുള്ളത് ഉണ്ടായിരുന്നതാണ്. ആ വാക്ക്, ദ വേർഡ് ഈസ് പവർഫുൾ. അതായത് ആ ദൈവവചനം, കർത്താവിന്റെ വചനം എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു, ആ പറഞ്ഞ വാക്കിന്റെ നിവൃത്തിക്ക് ആവശ്യമായതെല്ലാം ആ വചനത്തിനകത്തുണ്ട്. ദാറ്റ്സ് ഇൻ ദ വേർഡ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിന്റെ യാത്രയിൽ നിങ്ങൾ എങ്ങോട്ട് പോകുന്നു, നിങ്ങൾ അതിനെ നോക്കണ്ട. വചനം നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങളിൽ നിവൃത്തിയായിരിക്കുമെന്നതിനെ കുറിച്ച് ഒരു അല്പം പോലും, ഒരു തരി സംശയം വേണം. അത് നിങ്ങളിൽ നിവൃത്തിയായിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് നിങ്ങളിൽ നിവൃത്തിയായിരിക്കും. അതുകൊണ്ട് ഇവിടെ ദൈവവചനത്തിൽ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാനായിട്ട്, മാന്യതയുള്ളതായി അനുഗ്രഹിക്കപ്പെട്ടതായി തീരാനായിട്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതാ അവന്റെ വചനം. അബ്രഹാമിന് ദൈവം അനുഗ്രഹമല്ല കൊടുത്തത്, വാഗ്ദത്തം കൊടുത്തു. മകനെ അല്ല കൊടുത്തത്, മകനെ തരുമെന്നുള്ള പ്രോമിസ് കൊടുത്തു. അനുഗ്രഹമല്ല കൊടുത്തത്, അനുഗ്രഹിക്കുമെന്ന വാഗ്ദത്തം കൊടുത്തു. വർധനമല്ല കൊടുത്തത്, വർദ്ധിപ്പിക്കുമെന്ന വാഗ്ദത്തം കൊടുത്തു. ദാറ്റ് വേർഡ് ഈസ് പവർഫുൾ ടു ഡു വാട്ട് ഇറ്റ് മീൻസ്. ആ വചനം അതെന്താണോ പറഞ്ഞത് അതിനെ നിവർത്തിക്കാനുള്ള പവർ ആ വേർഡിനുണ്ട്. അത് ഞാൻ ഇങ്ങനെ വചനം വായിച്ചപ്പോൾ നമുക്കറിയാം, ഒരു പാപിയായ സ്ത്രീ യേശുവിന് അടുക്കൽ കൊണ്ടുവന്നു. എന്നിട്ട് അവര് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ പാപത്തിൽ പിടിച്ചുകൊണ്ടു വന്നതാ, ഞങ്ങളുടെ നിയമം അനുസരിച്ച് ഇവിടെ കല്ലെറിഞ്ഞു കൊള്ളണം, എന്താ ചെയ്യണ്ടേ? യേശു പറഞ്ഞു, നിങ്ങൾ പാപമില്ലാത്തവരും ആദ്യം കല്ലെറിയിട്ട്. എല്ലാവരും കല്ലിട്ടേച്ചു പോയി. പക്ഷേ യേശു അവരാരും ശിക്ഷിക്കാതിരുന്ന ആ സ്ത്രീയെ നോക്കിയിട്ട് യേശു പറഞ്ഞു, നിന്നെ ആരും ശിക്ഷിച്ചില്ലല്ലേ,
അവൾ പറഞ്ഞില്ല, ആരും ശിക്ഷിച്ചില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല, പക്ഷെ ഇനി പാപം ചെയ്യരുത്. അതെങ്ങനെയാ കർത്താവ്? ഞാൻ ഇത്രയും നിയമങ്ങളും സാഹചര്യമുള്ള എല്ലാം, ഇത്രയും അപകടകരമായ നിയമം, മരിച്ചു കൊന്നുകളയുന്ന നിയമം ഉള്ളപ്പോൾ പോലും പാപം ചെയ്തു. ഇനി നീ പറയുമ്പോൾ എങ്ങനെ പാപം ചെയ്യാതിരിക്കുന്നു? അതെന്താണെന്നറിയോ? പാപം ചെയ്യരുത്, ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ വാക്കിനകത്ത് ആ പാപം ചെയ്യാതിരിക്കാനുള്ള പവറും ആ വേർഡിനകത്തുണ്ട്. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യെസ്, പ്രിയപ്പെട്ടവരെ, നിങ്ങള് കൈവിടപ്പെടത്തില്ല എന്ന് കേട്ടതാണോ? നിങ്ങൾ കൈവിടപ്പെടത്തില്ല. ഒരു വിധത്തിലും നിങ്ങളുടെ അകത്തുള്ള കോൺഫിഡൻസ് കളയരുത്. യു ആർ നോട്ട് അലോൺ. യു ആർ നോട്ട് അലോൺ. ദാറ്റ് ഈസ് ലൈ ഓഫ് ഡബിൾ. നിങ്ങൾ ഒറ്റയ്ക്കാന്ന് പറയുന്നത് പിശാചിന്റെ നുണയാണ്. കാരണം നിങ്ങളെ അനാദര വിടത്തിൽ എന്ന് പറഞ്ഞ കർത്താവിന്റെ വാക്കില്ലേ, ദാറ്റ് വേർഡ് ഈസ് സ്റ്റിൽ അലൈവ് ആൻഡ് ആക്റ്റീവ്. നമ്മള് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 8:29 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനെ വിട്ടിട്ടില്ല. യേശു പറഞ്ഞ കാര്യമാണ് എന്ത്? എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് എന്ത് ധൈര്യത്തിലാണ് കർത്താവ് പറയുന്നത്? പിതാവ് എന്നെ വിട്ടിട്ടില്ല, ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. ഐ ആം നോട്ട് അലോൺ. ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് കർത്താവ് പറയും. ഞാൻ ഒറ്റയ്ക്കല്ല. ആമേൻ. ഞാൻ അവന് പ്രസാദമുള്ളത് എപ്പോഴും ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം, യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവനെ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന അർത്ഥം എന്താ? അവന് പ്രസാദമുള്ള പ്രവൃത്തി എന്താ? അവനിൽ വിശ്വസിക്കുക. എബ്രായ ലേഖനം 11:6 പറയുന്നത്, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. അപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി എന്താ? വിശ്വസിക്കുക. യോഹന്നാൻ 6:29 പറയുന്നു, അവന് പ്രസാദമുള്ള പ്രവൃത്തി അവനിൽ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ യോഹന്നാൻ 8:29 പറയുന്നത്, അവൻ പിതാവിന് ഇഷ്ടമുള്ള പ്രവൃത്തി ഞാൻ ചെയ്യുന്നതുകൊണ്ട് അവൻ എന്നെ ഏകനായി വിടത്തില്ല എന്ന്. എന്താണ് ഇഷ്ടമുള്ള പ്രവൃത്തി? അവനിൽ വിശ്വസിക്കുന്നു. ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങളെ അവൻ ഒറ്റയ്ക്ക് വിടത്തില്ല. യു ആർ നോട്ട് അലോൺ. യു ആർ നോട്ട് അലോൺ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ ഒറ്റയ്ക്കല്ല. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ ഒറ്റപ്പെട്ടതുപോലെ നിങ്ങൾക്ക് തോന്നണം. ഒറ്റപ്പെട്ടു എന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ആമേൻ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. ഇതുവരെയും പലതും നിങ്ങളെ പരാജയപ്പെടുത്തിയല്ലേ? നിങ്ങളുടെ തന്നെ ഇമോഷൻസ്, ഭയം, ദേഷ്യം, കയ്പ്, വെറുപ്പ്, അശുദ്ധ ചിന്തകൾ, പാപം, ഇച്ഛകൾ, ദേഷ്യം, ഭയം, തോൽവി, നിങ്ങളെ പലതും പരാജയപ്പെടുത്തിയല്ലേ? എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന കർത്താവിനെ നിങ്ങൾ അറിയാത്തതുകൊണ്ട്. നിങ്ങൾ വേർഡിനെ പേഴ്സണലൈസ്, വചനത്തെ വ്യക്തിയായിട്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിടത്തും നിങ്ങൾ പരാജയപ്പെടുത്തില്ല. വചനം ഒരു ശബ്ദമല്ല, വചനം ഇസ് എ പേഴ്സൺ. വചനം ഒരു വ്യക്തിയാണ്. അവൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞതാണ്. ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ വാക്കല്ല, ശബ്ദമല്ല. ദാറ്റ് പേഴ്സൺ ഈസ് വിത്ത് യു. നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ശബ്ദമല്ല നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ വചനമാകുന്നവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. യു ആർ നോട്ട് അലോൺ. യു ആർ നോട്ട് അലോൺ. അവിടെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകളുടെ വേദനയിൽ കൂടെ പോകുന്നവർ ആരെങ്കിലും എന്നെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളൊരു സത്യം തിരിച്ചറിയണം. അത് നിങ്ങളുടെ ചിന്തയിലെ തെറ്റായ ചിന്താഗതിയാണ്. യു ആർ നോട്ട് അലോൺ ബിക്കോസ് ദ വേർഡ്, വചനമാകുന്നവൻ, വാക്ക് പറഞ്ഞവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒരു നാളും നിങ്ങളെ ലജ്ജയ്ക്ക് അവൻ ഏൽപ്പിച്ച് കൊടുക്കത്തില്ല. ലജ്ജിക്കാൻ അവൻ അനുവദിക്കത്തില്ല.
യെസ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. ഹല്ലേലൂയ. ആമേൻ. 14-ാം അധ്യായം 26-ാം വാക്യം. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാണ് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. സകലവും ഉപദേശിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്. യെസ്. എപ്പോഴും നിങ്ങളെ ഓർമ്മയിൽ കൊണ്ടുവരും. യു ആർ നോട്ട് അലോൺ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. അനാഥരായി വിടത്തില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവന്ന് നിങ്ങളെ ധൈര്യപ്പെടുത്തും. പ്രൈസ് ഗാഡ്. ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് അങ്ങേക്ക് നന്ദി പറയുമ്പോൾ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിന്, ദൈവാലോചനയ്ക്കായി സ്വന്തം ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോരിടത്തും തളർന്നു പോകാതെ, പതറിപ്പോകാതെ, വീണു പോകാതെ, മടുത്തു പോകാതെ കർത്താവിലെ ധൈര്യം, കർത്താവിലെ ഉറപ്പിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് കുതിപ്പാൻ, മുന്നോട്ടായുവാൻ, ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി തീരുവാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവെ, പരാജയ ഭീതിയിൽ തളർന്നു പോകാനല്ല, ആമേൻ, ഹല്ലേലൂയ, പരാജയത്തെ തകർത്തു മുന്നേറുന്ന ജയത്തിന്റെ ബോധ്യത്തോട് കൊണ്ട് മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കണം. ഒറ്റയ്ക്കല്ല എന്നുള്ള ബോധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം കർത്താവ്. ഹല്ലേലൂയ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടവരെന്നെ കാണുന്നെങ്കിൽ, എല്ലാം തകർന്നു എന്ന നിലയിൽ എന്നെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഇല്ല, തകർന്നിട്ടില്ല, ഒറ്റയ്ക്കല്ല എന്ന ആമേൻ ആ യഥാർത്ഥ ബോധ്യം കൊണ്ട് അവരുടെ ഹൃദയത്തെ നിറയ്ക്കാനായിട്ട് പ്രാർത്ഥിക്കുന്ന. തകർച്ചകൾ മാറട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ. ക്രിസ്തുയേശുവിലെ ജീവനും, ക്രിസ്തുയേശുവിലെ സ്വസ്ഥതയും, ക്രിസ്തുയേശുവിലെ സമാധാനവും, ക്രിസ്തുയേശുവിലെ ജയം അവരുടെ അകത്ത് വാഴട്ടെ. ഹല്ലേലൂയ. അവർ തകർന്നു കിടക്കുന്നിടത്ത് എഴുന്നേൽപ്പിക്കുന്ന വചനം, ജീർണിച്ചു പോയെടുത്ത് ജീവിപ്പിക്കുന്ന വചനം, യെസ്, പൊളിഞ്ഞു പോയെടുത്ത് പണിയുന്ന വചനം, ബന്ധിക്കപ്പെട്ടെടുത്ത് വിടുവിക്കുന്ന വചനം, നിന്ദിക്കപ്പെട്ടെടുത്ത് ആമേൻ ആമേൻ മാനിക്കുന്ന വചനം, ഹല്ലേലൂയ, ശൂന്യമായെടുത്ത് നിറയ്ക്കുന്ന വചനം ഇന്നവരുടെ ജീവിതത്തിൽ വെളിപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ നിലയിൽ വെളിപ്പെടട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വ്യക്തികൾ അനുഗ്രഹിക്കപ്പെട്ടെ, എല്ലാ നിലകളിലും അവര് അസാധാരണമായ ദൈവിക അനുഗ്രഹവും ഉയർച്ചയും പ്രാപിക്കുന്ന കാലഘട്ടമായി തീരട്ടെ. അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. തികച്ചുമുള്ള സ്വാതന്ത്ര്യം, ആ റിയൽ ഫ്രീഡം അവർ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.